തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പോൾ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 കൊടുക്കും. ക്ഷേമ പെൻഷനെയും അത് വാങ്ങുന്നവരെയും അധിക്ഷേപിക്കാനും തള്ളിപ്പറയാനും കോൺഗ്രസ് തുടങ്ങിയ നീക്കങ്ങൾ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1980-ൽ നായനാർ ഗവൺമെന്റ് ആദ്യമായി കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ചപ്പോഴും വ്യാപക പ്രതിഷേധവുമായി മുന്നോട്ട് വന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. പെൻഷൻ കിട്ടിയാൽ തൊഴിലാളികൾ കള്ളു കുടിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ അന്നത്തെ ആക്ഷേപം. എന്നാൽ കുറെ കഷ്ടപ്പെടുന്നവരല്ലേ, ഇനി ഒരു ഗ്ലാസ് കുടിച്ചാലും കുഴപ്പമില്ല എന്നായിരുന്നു നായനാർ അന്ന് അവർക്ക് കൊടുത്ത മറുപടി. 1980-ൽ EK നയനാർ മുഖ്യമന്ത്രിയായിരിക്കെയാണ് കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിക്കുന്നത്. 45 രൂപയായിരുന്നു അന്ന് പെൻഷനായി നൽകിയിരുന്നത്. പെൻഷൻ ഉൽപാദനപരമല്ല, വികസന വിരുദ്ധമാണ് എന്ന ആരോപണമാണ് അന്ന് പ്രതിപക്ഷ നേതാവ് കരുണാകരന്റെയും കൂട്ടരുടെയും വാദമുണ്ടായിരുന്നത്. നായനാരിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് വന്ന ഓരോ ഇടതുപക്ഷ സർക്കാരുകൾ എടുത്ത ഐതിഹാസിക തീരുമാനങ്ങളുടെ ഫലമായാണ് ഇന്ന് 10,000-കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന തരത്തിൽ പെൻഷൻ പദ്ധതി വിപുലീകരിക്കാൻ സാധിച്ചത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാണ്. എന്നാൽ UDF എപ്പോഴും ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ സാധാരണക്കാരന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും ഇതേ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1982-ൽ നായനാർ സർക്കാർ അധികാരം ഒഴിഞ്ഞപ്പോൾ കരുണാകരൻ മുഖ്യമന്ത്രിയായി. എന്നാൽ 87 വരെ അധികാരത്തിൽ തുടർന്ന കരുണാകരൻ ഒരു നയാ പൈസ പെൻഷൻ ഇനത്തിൽ വർദ്ധിപ്പിച്ചിട്ടില്ല. 1987-ൽ വീണ്ടും അധികാരത്തിലെത്തിയ നായനാർ സർക്കാരാണ് 45-ൽ നിന്നും 60 രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചത്. ഒരു മാസം പോലും കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുകയും ചെയ്തു. പിന്നീട് 1991-ൽ അധികാരത്തിൽ വന്ന UDF സർക്കാരിന്റെ കരുണാകരനും ആന്റണിയും മാറി മാറി ഭരിച്ചു. 5 നയാ പൈസ ആ സർക്കാരും വർദ്ധിപ്പിച്ചില്ല. 1996 മുതൽ 2001 വരെ വീണ്ടും നായനാർ സർക്കാർ 60 രൂപ പെൻഷൻ ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 120 രൂപയാക്കി. കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്തു. 2001-ൽ വീണ്ടും ആന്റണി സർക്കാർ 60 മാസത്തിൽ 1 രൂപ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നും മാത്രമല്ല 28 മാസം പെൻഷൻ കുടിശ്ശിക വരുത്തി പാവങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു. 2006-ൽ VS കേരള മുഖ്യമന്ത്രിയായപ്പോൾ 120-ൽ നിന്ന് 500 രൂപയാക്കി പെൻഷൻ 4 ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചു. 60 മാസം ഭരിച്ച VS സർക്കാരിന്റെ 90 മാസത്തെ പെൻഷൻ 5 വർഷത്തെ ഭരണകാലയളവിൽ പെൻഷൻ വിതരണം ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായി 2 മാസത്തെ തുക അഡ്വാൻസ് നൽകി VS സർക്കാർ. എന്നാൽ 2011-ൽ വീണ്ടും UDF സർക്കാർ അധികാരത്തിലെത്തി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. ഭരണത്തിന്റെ അവസാന മാസം 100 രൂപ വർദ്ധിപ്പിച്ചെങ്കിലും 18 മാസം കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിവെച്ചു. പെൻഷൻ വാങ്ങുന്നവരെ ഏറ്റവും ദ്രോഹിച്ച സർക്കാർ സത്യത്തിൽ ഉമ്മൻചാണ്ടിയുടേതാണ്. DBT സിസ്റ്റം വഴി പെൻഷൻകാർക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞ് 90-100 വയസ്സായ പാവങ്ങളെ പൊരിവെയിലത്തും പെരുമഴയത്തും ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ക്യൂവിൽ നിർത്തി ബുദ്ധിമുട്ടിപ്പിച്ചു. സർവീസ് ബാങ്കിൽ അക്കൗണ്ട് എടുത്തവരെ വീണ്ടും നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് പറഞ്ഞയച്ചു. 2-ാം നിലയിലും 3-ാം നിലയിലുമെല്ലാമുള്ള ബാങ്കിൽ കയറി പാവങ്ങൾ കഷ്ടപ്പെട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു വന്നപ്പോൾ നിങ്ങൾക്ക് പണം ലഭിക്കണമെങ്കിൽ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അക്ഷയ കേന്ദ്രത്തിന് മുന്നിലേക്ക് വിട്ടു. ഇതൊക്കെ ചെയ്തു വന്നിട്ടും 18 മാസം കുടിശ്ശിക ബാക്കി വെച്ചാണ് UDF ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ഉമ്മൻചാണ്ടി ഭരിച്ച 60 മാസത്തിൽ 40 മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്തത്. 2016-ൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. 600-ൽ നിന്ന് പെൻഷൻ 1000-ആക്കി വർദ്ധിപ്പിച്ച് വീടുകളിൽ കൊണ്ടുപോയി പെൻഷൻകാരുടെ കയ്യിൽ കൊടുക്കുമെന്ന വാഗ്ദാനം നടപ്പിലാക്കി. കുടിശ്ശികയുള്ള മുഴുവൻ പണവും കൃത്യമായി സഹകരണ ബാങ്ക് ജീവനക്കാർ പെൻഷൻകാരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തു. ഉമ്മൻചാണ്ടി കുടിശ്ശികയാക്കി വെച്ച 18 മാസത്തെ പണം വരെ ഒറ്റയടിക്ക് കൊടുത്തു തീർത്തു. LDF സർക്കാർ വന്ന ശേഷം ആദ്യ മാസം തന്നെ 600-ൽ നിന്ന് 1000 രൂപയിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തു. 15,000 രൂപ കൈകളിൽ ലഭിച്ചപ്പോൾ പാവപ്പെട്ട ആ മനുഷ്യരുടെ കണ്ണുകളിൽ കണ്ട ആ തിളക്കം മലയാളികളാരും മറന്നു കാണില്ല. ചില പെൻഷനുകൾ 27 മാസം വരെ കുടിശ്ശികയുണ്ടായിരുന്നു. പ്രകടന പത്രികയിൽ പറഞ്ഞ 1000 രൂപയേക്കാൾ അപ്പുറം 2021-ൽ ഭരണമൊഴിയുമ്പോൾ ഘട്ടം ഘട്ടമായി 1600 രൂപയിലെത്തിച്ച സർക്കാർ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം 34 ലക്ഷത്തിൽ നിന്ന് 62 ലക്ഷമാക്കി എത്തിച്ചു. 2021-ൽ പിണറായി സർക്കാരിന് തുടർഭരണം ലഭിച്ചു. ആ ചരിത്ര തുടർഭരണം എന്ന നേട്ടത്തിന് പ്രധാന കാരണങ്ങൾ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി തന്നെയായിരുന്നു. ഇത് UDF-നുണ്ടാക്കിയ അസ്വസ്ഥത ചെറുതൊന്നും ആയിരുന്നില്ല എന്നതുകൊണ്ടുകൂടിയാണ് അഖിലേന്ത്യാ നേതാവ് KC വേണുഗോപാൽ വരെ പെൻഷൻ കൈക്കൂലിയാണെന്ന് അധിക്ഷേപിക്കുന്നതും.